ഇലന്തൂർ കേസ് ഒരു മാൻ മിസ്സിംഗ് കേസായിട്ടാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അത് രജിസ്റ്റർ ചെയ്തതും. പക്ഷേ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളരെ ഭീകരമായ ഒരു നരബലി കേസായിട്ട് അത് തെളിയുകയാണ് ഉണ്ടായത്. ജയകുമാർ സി 22 വർഷക്കാലം കേരള പോലീസിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ. ഇലന്തൂർ നരബലി കേസ് ഉൾപ്പെടെ കേരളം ചർച്ച ചെയ്ത നിരവധി സംഭവങ്ങളുടെ അന്വേഷണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഓഫീസർ. പള്ളിയിൽ നിന്ന് വന്ന പ്രൊഫസറെ തടഞ്ഞു നിർത്തി വീട്ടിൽ നിന്ന് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിമാറ്റുകയും അതിനെ തടയാൻ വന്ന മകനെ തള്ളി താഴെ ഇടുകയും ചെയ്തതിനു ശേഷമാണ് ആ വാഹനത്തിലുള്ള പ്രതികൾ രക്ഷപ്പെട്ടത്. സംഭവ ബഹുലമായ സർവീസ് കാലം വിവരിക്കുകയാണ് ജയകുമാർ സി. ഈ പൊന്തക്കാടുകളിലൊക്കെ ചിലപ്പോൾ പിള്ളേരൊക്കെ ചെന്ന് ഇരിക്കാറുണ്ട്. അവിടുന്ന് ഞരക്കം കേട്ടു, ചെറിയ കരച്ചിൽ പോലെ കേട്ടു. അങ്ങനെ അവർ പെട്ടെന്ന് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വിവസ്ത്രയായിട്ട്, വസ്ത്രമൊന്നുമില്ലാതെ അവരവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് പരിക്കുകളുണ്ട്. സബ് ഇൻസ്പെക്ടറിൽ തുടങ്ങി അസിസ്റ്റന്റ് കമ്മീഷണർ വരെ എത്തിയ സർവീസ് കാലഘട്ടത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ. വെറും 45 ദിവസം മാത്രം ജീവിച്ച ആ ചെറിയ ആത്മാവ് അതനുഭവിച്ച ജീവിത വേദന, അതിൻ്റെ മരണം, അതിൻ്റെ തല മുട്ടിലിടിച്ച് തകർത്താണ് കൊല ചെയ്യപ്പെട്ടത്. ആ കുഞ്ഞിൻ്റെ ശവശരീരം അടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കേസ് അന്വേഷണത്തിന്റെ വേറിട്ട വഴികൾ. ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പകൽ സമയത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ അതിരാവിലെ ഇയാളെയും കൊണ്ട് ഒരു അന്വേഷണം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്വേഷണത്തിലെ സാഹസികതകൾ. ഇത്രയും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളവിടെ വന്നു. എന്താണ് അതിൻ്റെ ഉള്ളിൽ, ആരെങ്കിലും ഉണ്ടോ അതോ ആരും ഇല്ലാത്തതാണോ, എന്തായാലും പരിശോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ട കാര്യം, കയ്യും കാലും കെട്ടി വായിൽ തുണി തേകിയ ഒരാൾ അവിടെ മൂലയ്ക്ക് കിടക്കണം. 100ഓളം ഗുഡ് സർവീസ് എൻട്രികൾ നേടിയ ജയകുമാർ സിയുടെ പോലീസ് ജീവിതം അദ്ദേഹം വിവരിക്കുന്നു. ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ സബ് ഡിവിഷനിൽ മൂവാറ്റുപുഴയിലെ ഒരു പ്രധാനപ്പെട്ട സർക്കിൾ സ്റ്റേഷനിൽ ജോലി ചെയ്ത് വരുമ്പോൾ 2017 ആ സർക്കിൾ സ്റ്റേഷൻ്റെ കീഴിലുള്ള അതിലെ 2 സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട സ്റ്റേഷൻ്റെ കൂടെയുള്ള ചെറിയ സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു. 2017 സ്റ്റേഷനിലെ SHOമാർ സബ് ഇൻസ്പെക്ടർമാർ തന്നെയാണ്. സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിലാണ് സ്റ്റേഷനുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരാളെ കാണാനില്ല എന്നുള്ള വിവരം സ്റ്റേഷനിൽ കാണാനില്ലാത്ത ആളുടെ അദ്ദേഹത്തിൻ്റെ പേര്, ഈ കേസ് ഇപ്പോഴും വിചാരണയിലിരിക്കുന്നതുകൊണ്ട് പേര് ഞാൻ അങ്ങനെയായിട്ട് പറയുന്നില്ല, സുമേഷ് നമുക്ക് വിളിക്കാം. സുമേഷ് എന്ന് പറഞ്ഞ ആളെ കാണാനില്ല എന്നുള്ള വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ സുമേഷ് ഒരു പെയിൻറ്റ് തൊഴിലാളിയാണ്. അയാൾ എല്ലാ ദിവസവും പെയിൻറ്റ് പണിക്ക് പോവും. വൈകുന്നേരം ആകുമ്പോൾ അവരുടെ പട്ടണത്തിൽ വന്നിട്ട് പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്ക് വരാനാണ് സാധാരണ. ഇന്ന് അയാളൊരു 10 മണിയായിട്ടും എത്തിയിട്ടില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം വന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ കാണാതാവുന്ന പരാതികൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. പക്ഷേ പുരുഷന്മാരെ കാണാതാവുക എന്നുള്ളത് സാധാരണയായി അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മദ്യപിച്ച് കിടക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാവുള്ളൂ മദ്യപിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ ആളെ എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ള വിവരങ്ങളാണ് പുരുഷന്മാരുടെ മിസ്സിംഗ് ആയിട്ടുള്ള കേസുകൾ വരാറ്. അപ്പോൾ ഈ കേസ് വന്നു. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് ആളെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിൽ അവിടുന്ന് അവർ കേസ് രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ ആ പട്ടണത്തിൽ കുറേ അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ പിറ്റേ ദിവസമായിട്ടും ആളെ കാണാതെ അയാൾ തിരിച്ചെത്താതിരുന്നതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് അന്വേഷണം തുടങ്ങി. സാധാരണയായി മിസ്സിംഗ് കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായി നടത്തുന്നത് അയാളുടെ മൊബൈൽ ഫോൺ, അതിൻ്റെ കോൾ ഡേറ്റ റെക്കോർഡ്സ് എടുത്ത് പരിശോധിക്കലാണ് സാധാരണയായി ചെയ്യുന്നത്. ഈ കേസിലും കാണാതായ സുമേഷിൻ്റെ മൊബൈൽ കോൾ ഡേറ്റ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വാഴക്കുളത്ത് വരെ വന്നിട്ടുണ്ട്. ആ വാഴക്കുളം വരെ വരുന്ന സമയത്ത് കോളുകൾ അധികമില്ലെങ്കിലും അയാളുടെ ഒരു സാധാരണ ഫോണാണ്, പുതിയ സ്മാർട്ട് ഫോണൊന്നുമല്ല. അതിലേക്ക് കോളുകൾ അധികം വരുന്നില്ലെങ്കിലും മെസ്സേജുകൾ വന്ന് അങ്ങനെ ലൊക്കേഷനുകൾ കോൾ ഡേറ്റ റെക്കോർഡ്സ് നോക്കുമ്പോൾ നമുക്ക്
ലൊക്കേഷനുകൾ മനസ്സിലാവും. അപ്പോൾ അയാൾ വാഴക്കുളം ടൗണിൽ എത്തിയിട്ടുണ്ട്. ആ ടൗണിലെത്തിയതിന് ശേഷം പിന്നീട് അയാളെക്കുറിച്ചുള്ള അയാളുടെ ഫോണിൽ വിവരങ്ങളൊന്നുമില്ല. അങ്ങനെ അയാളുടെ അതുവരെയുള്ള കോളുകൾ വച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങി. അയാളെ വിളിച്ചിരിക്കുന്ന ആളുകളുടെ എല്ലാവരെയും അന്നത്തെ ദിവസം വിളിച്ചിരിക്കുന്നതും ഒക്കെയുള്ള ആളുകളുടെ ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയെങ്കിലും അന്വേഷണത്തിൽ മുന്നോട്ടൊന്നും പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഈ മാൻ മിസ്സിംഗ് കേസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിയമപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം ആ കുറ്റകൃത്യത്തിൻ്റെ വിവരം കിട്ടുമ്പോഴാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മാൻ മിസ്സിങ്ങിൽ ഉള്ളൊരു കാര്യം, അതിനകത്തൊരു കുറ്റകൃത്യം നടന്നു എന്നുള്ളൊരു ഉറപ്പില്ല. ചിലപ്പോൾ ഈ കാണാതായ ആൾ തനിയെ മാറി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തന്നെ നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു. 2011 കേരള പോലീസ് ആക്ട് വരുന്നതിന് മുമ്പ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെ വകുപ്പുണ്ടായിരുന്നില്ല. 2011 കേരള പോലീസ് ആക്ട് വന്നതിന് ശേഷം അത് 57-ാം വകുപ്പ് പ്രകാരം ആളെ കാണാതായാൽ അതിന് കേസ് രജിസ്റ്റർ ചെയ്യാം. അതിന് അന്വേഷണം നടത്തി വന്നിട്ട് ഈ സുമേഷിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടത്തി വന്ന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ആയതോടുകൂടി അതിന് ആളെ കാണാതായപ്പോൾ അത് ഇത്രയും കൂടി ഗൗരവമുള്ള കാര്യമാണെന്നുള്ള കാര്യം അയാളുടെ ബന്ധുക്കൾക്കും ഒക്കെ അതിനെ കണ്ടെത്തണം എന്നുള്ള ഇതായി. അവർ പോലീസിനെ ഇക്കാര്യത്തിൽ അന്വേഷണം കൂടുതൽ നടത്തണം എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ അവർ വന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ എല്ലാ ദിവസവും പെയിൻറ്റ് പണി വന്നതിന് ശേഷം ടൗണിലെത്തുകയും അവിടുത്തെ ബാറിൽ നിന്ന് കുറഞ്ഞ രീതിയിൽ മദ്യപിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോണേ. അങ്ങനെ കൂടുതലായിട്ട് മദ്യപിക്കുന്ന തരക്കാരനല്ല, പക്ഷേ എല്ലാ ദിവസവും അയാൾ മദ്യപിക്കുന്ന ആളാണ് എന്നുള്ള വിവരം കിട്ടി. അങ്ങനെ അയാളെക്കുറിച്ച് ഇനി അന്വേഷിക്കാൻ ആ ബാറുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ അവിടുത്തെ CCTV ക്യാമറകളും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഈ പറഞ്ഞ സമയത്ത് അന്നേ ദിവസം കാണാതാവുന്ന ദിവസം ബാറിലെത്തിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കിട്ടി. ബാറിൽ എത്തി മദ്യപിച്ചതിന് ശേഷം അയാൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ആ CCTVയിൽ നിന്ന് കുറച്ച് മാറിയുള്ള മറ്റൊരു CCTVയിൽ അയാൾ നടന്നു പോകുന്ന ദൃശ്യം കിട്ടി. അതിനപ്പുറത്തേക്കുള്ളൊരു CCTVയിൽ അയാൾ നടന്നു പോകുന്ന ദൃശ്യം കിട്ടി. അതിനുശേഷം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അത് ബൈപ്പാസ് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. ആ ബൈപ്പാസ് റോഡ് കടന്ന് അയാൾ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന കാണാം. പക്ഷേ അതിനുശേഷം ബൈപ്പാസിൽ CCTV ക്യാമറകളില്ല. ബൈപ്പാസിനപ്പുറം ഉള്ള CCTVയിൽ ഇയാൾ അങ്ങോട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുമില്ല. അപ്പോൾ ബാറ് മുതൽ അയാളെ ബൈപ്പാസ് വരെ എത്തുന്നുണ്ട്. പക്ഷേ ബൈപ്പാസിന് ശേഷം അയാളെ പിന്നീട് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ കുറേ CCTVകളിൽ ഒക്കെ പരിശോധിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് അയാൾ വന്നതായി കാണുന്നില്ല. തുടർന്ന് ഈ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തുള്ള ക്യാമറ ദൃശ്യങ്ങൾ കൂടുതലായിട്ട് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു വണ്ടി മാത്രം, അതൊരു മാരുതി 800 കാറാണ്, അതുമാത്രം അല്പം വേഗത കുറഞ്ഞാണ് അതിലെ കടന്നു പോകുന്നതെന്ന് ആ സ്റ്റേഷനിലെ SIയും ബാക്കി ആ കേസിൻ്റെ അന്വേഷണം ആയിട്ട് പോകുന്ന ഉദ്യോഗസ്ഥരും അങ്ങനെ ഒരു സംശയം അവർ പറഞ്ഞു. ഒരു കാറ് മാത്രം, ഒരു മാരുതി കാറ് മാത്രം അല്പം വേഗത കുറഞ്ഞാൽ കടന്നത്. ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ബൈപ്പാസാണ്, അത് പോകുന്ന ഒരു സാധാരണ വേഗതയുണ്ട്, ആ വേഗതയിലാണ് അതിലെ കടന്നു പോകുന്നത്. ഈ കാറ് മാത്രം ഒരല്പം വേഗത കുറഞ്ഞാണ് കടന്നു പോകുന്നത് എന്നൊരു സംശയം തോന്നി. അപ്പോൾ അതിൽ നിന്ന് ഈ കാറിൽ ഈ സുമേഷ് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു കാര്യം തുടർന്ന് അന്വേഷിക്കണമെന്ന ഒരു അഭിപ്രായം വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഈ കാറിനെക്കുറിച്ച്, കടന്നു പോകുന്ന കാറിൻ്റെ സ്റ്റില്ലുമൊക്കെ എടുത്ത് പരിശോധിച്ചു. ആ കാറിനെക്കുറിച്ച്, അതിൻ്റെ കളറ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ, സൈഡിൽ നിന്നുള്ള ദൃശ്യമാണ്, നമ്പർ പ്ലേറ്റ് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാറ് കടന്നു പോകുന്ന ആ കാറിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ആ കാറ് ആ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലെ സപ്ലയറുടെ കാറ് പോലെ ഇരിക്കുന്ന ഒന്നാണെന്നുള്ള ഒരു വിവരം കിട്ടി. അങ്ങനെ ഈ ഹോട്ടലിലെ സപ്ലയറെ കണ്ടെത്തി അയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു, അയാളുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ഈ സുമേഷ്
എന്നെ പരിചയമുണ്ട്, പക്ഷേ അന്നത്തെ ദിവസം അയാൾ കണ്ടില്ലായിരുന്നു. അയാൾ ഹോട്ടലിലെ പണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി, അല്പം നേരത്തെ ഇറങ്ങി, അല്ലാതെ സുമേഷുമായിട്ട് അന്ന് കാണേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നാണ് അയാൾ പറഞ്ഞത്. വീണ്ടും അന്വേഷണം വഴിമുട്ടി. കോൾ ഡേറ്റ റെക്കോർഡ്സിൽ നിന്നൊന്നും വിവരം കിട്ടിയിട്ടില്ല. സുമേഷിനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും ഈ ബസ് സ്റ്റാൻഡിന് താഴത്തേക്കുള്ള ഭാഗത്തു നിന്ന് പിന്നെ അദ്ദേഹത്തിന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ആ സമയത്തൊരു അന്വേഷണം നടത്തിയത് ഹോട്ടലിലെ സപ്ലയർ, അയാളെ നിതീഷ് നമുക്ക് വിളിക്കാം, അയാളുടെ CDR കോൾ ഡേറ്റ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചു. അങ്ങനെ കോൾ ഡേറ്റ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചപ്പോൾ അന്ന് ആ സുമേഷിനെ കാണാതായ ദിവസം രാത്രിയിൽ നിതീഷ് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെയുള്ള അടുത്ത പട്ടണത്തിൻ്റെ അപ്പുറമുള്ള പട്ടണത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശത്തുള്ള ഒരു സ്ഥലത്തേക്ക് അയാൾ പോയിട്ടുള്ളതായിട്ട് മനസ്സിലായി. ആ കോൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് വീണ്ടും നിതീഷിനെ വിളിച്ച് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ വീട് ആ സ്ഥലത്താണ്. അത് ഏകദേശം 35ഓളം കിലോമീറ്റർ ദൂരത്ത് ഒരു മലയോര പ്രദേശത്താണ് അയാളുടെ വീട്. അയാളുടെ ഭാര്യ, നിതീഷിൻ്റെ ഭാര്യ ആ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അവരെ രാത്രി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് പോയതാണ്. കാറുമായിട്ട് അവിടെ പോയി, അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വന്നതാണ് എന്ന് അയാൾ പറഞ്ഞു. മറ്റ് അയാളോട് കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും അയാൾ പറഞ്ഞില്ല. പക്ഷേ വെരിഫൈ ചെയ്യാനായിട്ട് നിതീഷിൻ്റെ ഭാര്യയെ വരുത്തി അവരുടെ മൊഴിയെടുത്തു. അവർ പറഞ്ഞത് ശരിയാണ്. അവർ 2-3 ദിവസം മുമ്പ് ആ വീട്ടിലായിരുന്നു. രാത്രി ഇയാൾ കാറുമായിട്ട് വന്നു, തിരിച്ച് അവർ ഒരുമിച്ചിങ്ങ് വരികയും ചെയ്തു. അപ്പോഴും കേസിന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമൊന്നുമില്ല. കോൾ ഡേറ്റ റെക്കോർഡ്സിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ സംശയിക്കുന്ന ഒരാൾ, ആകെ സംശയിക്കാനുള്ള ഒരാളെ കണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിതീഷ് പോയ വഴി ഒന്ന് പോയി നോക്കാം എന്ന് ഞാനും സബ് ഇൻസ്പെക്ടറിനോട് കൂടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കോൾ ഡേറ്റ റെക്കോർഡ്സ് പ്രകാരമുള്ള ഭാഗത്തുകൂടി ഞങ്ങൾ പകൽ ഒരു ദിവസം അവിടം വരെ ഒന്ന് പോയി നോക്കി. അങ്ങനെ പോയി നോക്കിയെങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിട്ടിയില്ല. രാത്രി, പിന്നെ അന്നത്തെ ദിവസം തന്നെ രാത്രി ഞങ്ങൾ ഒന്നും കൂടി ആ വഴിക്ക് ഒന്ന് പോയി നോക്കി. അങ്ങനെ വഴിയിലേക്ക് പോയപ്പോൾ നമ്മൾ ആ സമയത്തിനനുസരിച്ച് ആ കോൾ ഡേറ്റ റെക്കോർഡ്സിലെ ആദ്യം പോയത് കോൾ ഡേറ്റ റെക്കോർഡ്സിൽ പറയുന്ന വഴിപ്രകാരമാണ് പോയി നോക്കിയത്. രണ്ടാമത് കോൾ ഡേറ്റ റെക്കോർഡ്സിലെ വഴിയിൽ കൂടി തന്നെ അതിലെ സമയത്തിൻ്റെ ആ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങളതിൽ കടന്നു പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്, പോകുന്ന വഴിയിൽ ചില കടകൾ രാത്രി തുറന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ തീരെ ആളുകളില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ പോകുന്ന വഴിയിലുള്ള ഒരു പട്ടണത്തിലെ ഈ നിതീഷിൻ്റെ വീടിനും നിതീഷ് പുറപ്പെട്ട സ്ഥലത്തിനും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് രാത്രി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ഉള്ളതായിട്ടും ആ ഹോട്ടൽ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധയപ്പെടുന്ന ഹോട്ടലായിട്ടും മനസ്സിലായി. അവിടെ നിർത്തി അവരുടെ ഹോട്ടലിൻ്റെ പരിസരം പരിശോധിച്ചപ്പോൾ അവരുടെ ക്യാമറ വളരെ വരുന്ന ആളുകളെ കാണാൻ പാകത്തിന് മുന്നോട്ടും അതുപോലെ തന്നെ ഉള്ളിലുമൊക്കെ അവർ ഹോട്ടലിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയും ഈ CDRൻ്റെ ടൈമുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ നിതീഷ് അന്ന് ഒരാളുമായിട്ട് അവിടെ വരുന്നുണ്ട്. ആ ആളെ അങ്ങ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷേ അയാൾ കഷണ്ടിയാണ്. ഈ കാണാതായ സുമേഷിൻ്റെ ബന്ധുക്കളെ വിളിച്ച് ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇത് സുമേഷാണ് എന്ന് ഒരു സംശയം പറഞ്ഞു. പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റിയില്ല, അത്ര വ്യക്തമല്ല CCTV ദൃശ്യങ്ങൾ. പക്ഷേ ഈ വന്ന കാറിൻ്റെ നമ്പർ മുൻവശത്തെ ക്യാമറയിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയാണ് ഇത് നിതീഷാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. കൂടെയുള്ളത് സുമേഷാണെന്നുള്ള കാര്യം ക്യാമറയിൽ അത്ര വ്യക്തമല്ല. വെളിച്ചം അവിടുന്ന് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നുള്ള വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് മുഖം അത്ര വ്യക്തമല്ല. അത് വച്ച് വീണ്ടും നിതീഷിനെ ചോദ്യം ചെയ്തു. നിതീഷ്
അപ്പോൾ പോലീസിനോടൊരു കാര്യം സമ്മതിച്ചു. ഈ സുമേഷിനെ കണ്ടിരുന്നു, സുമേഷ് അന്ന് കൂടെ വന്നിരുന്നു, അവർ ഹോട്ടലിലൊക്കെ വെച്ച് തമ്മിൽ പരിചയമുള്ളവരാണ്. അങ്ങനെ ഹോട്ടലിൽ വെച്ചുള്ള പരിചയത്തിൻ്റെ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് മദ്യപിക്കാറുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സുമേഷിനെ കണ്ടപ്പോൾ സുമേഷും കൈ കാണിച്ച് കാറിൽ കയറി അവിടെ വന്ന് ഈ ഹോട്ടലിൽ അവിടെ വെച്ച് ആഹാരം കഴിച്ചു. അതിനുശേഷം ഒരു 12-13 കിലോമീറ്ററാണ് നിതീഷിൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ പിന്നീട് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ബാക്കിയുള്ള സ്ഥലം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സുമേഷ് ഇവിടെ കാത്തു നിൽക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ തിരിച്ച് അവിടെ പോയി ഭാര്യയും കൂട്ടി ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സുമേഷ് അവിടെ ഉണ്ടായിരുന്നില്ല. സുമേഷിനെ കാണാത്തതുകൊണ്ട് ഞാൻ ഭാര്യയോട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് അയാളൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഒരാളെ കാണാതാവുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കുറ്റകൃത്യത്തിൻ്റെ കേസല്ല രജിസ്റ്റർ ചെയ്യുന്നത്. സെക്ഷൻ 57 കേരള പോലീസ് ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുറ്റകൃത്യം നടക്കാത്തതുകൊണ്ട് അതിൻ്റെ അന്വേഷണത്തിൽ ഒരാളെ കൂടുതൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ വേറെ ഏതെങ്കിലും രീതിയിൽ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാനൊക്കെ അതിന് സാങ്കേതികമായ നിയമ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. ഈ കേസിൽ സുമേഷിനെ കാണാതായിട്ടുള്ളൂ. സുമേഷിന് എന്തെങ്കിലും അപകടം വന്നുവെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം നടന്നോ എന്നുള്ള രീതിയിലുള്ള യാതൊരു ഇൻഫർമേഷനും പോലീസിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുന്ന സമയത്താണ് നിതീഷിൻ്റെ ഭാര്യയെ വിളിച്ച് നിതീഷിനെ മാറ്റി നിർത്തിയതിന് ശേഷം അവരോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചില സംശയകരമായ സാഹചര്യങ്ങൾ പറഞ്ഞു. അന്ന് നിതീഷ് വളരെ സംഭ്രമിച്ചാണ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ തിരിച്ചു പോരുമ്പോഴും അയാൾക്ക് വളരെ സംഭ്രമമുണ്ടായിരുന്നു. സാധാരണ രീതിയിലല്ല അയാൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ സംശയകരമായ സാഹചര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വീണ്ടും കുറച്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളായി. വീണ്ടും നിതീഷിനെ വിളിച്ച് തുടർച്ചയായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ അവിടെ പോയ കാര്യങ്ങളെക്കുറിച്ചും ഇതൊക്കെ കുറേ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നിതീഷ് സുമേഷിനെ ഉപദ്രവിച്ചതായിട്ട് സമ്മതിച്ചു. പക്ഷേ എന്നാലും അയാൾ ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ മുന്നോട്ട് മൊഴി കൂടുതൽ പറഞ്ഞില്ല. അയാളെ ഉപദ്രവിച്ചതിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ചു, അങ്ങനെയൊക്കെ വ്യക്തമല്ലാത്ത രീതിയിൽ മൊഴികൾ പറഞ്ഞു. ഒരാളെ ഒരു കൊലപാതകം കേസ് പോലീസിനെ അന്വേഷിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി, കോർപ്പസ് ഡെലിക്റ്റി എന്ന് പറയുന്ന ഡെഡ് ബോഡി കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെഡ് ബോഡി കണ്ടെത്താതെ എന്ത് കാര്യം പറഞ്ഞാലും നിതീഷിനെ ഏത് കേസ് ചാർജ് ചെയ്താലും അതിൽ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഡെഡ് ബോഡി കൊലപാതകം നടത്തിയെന്ന് നിതീഷ് പറഞ്ഞാൽ പോലും ഡെഡ് ബോഡി കണ്ടെത്തുക എന്നുള്ളത് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇയാളെ പല രീതിയിലും ചോദ്യം ചെയ്തെങ്കിലും അയാൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു മൊഴി പറഞ്ഞില്ല. അങ്ങനെ ഈ നിതീഷുമായിട്ട് ആ പോകുന്ന വഴിയിൽ ഒന്നുകൂടി പോയി ഒരു അന്വേഷണം നടത്താം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം മുന്നോട്ട് പോകാൻ വേറെ ഒരു മാർഗ്ഗവുമില്ല.
അത് പകൽ സമയത്ത് തൊട്ട് പോയി നോക്കാനും പറ്റില്ല. പകൽ സമയത്ത് പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാധ്യമ ശ്രദ്ധയൊക്കെ വന്ന ഒരു കേസാണ്. ഒരാളെ കാണാനായിട്ട് ഇപ്പോൾ 3 ദിവസമായി. 3 ദിവസമായിട്ട് അയാളെക്കുറിച്ച് ഒരു അറിവുമില്ല. അപ്പോൾ ആ വഴിയിൽ ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പകൽ സമയത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ അതിരാവിലെ ഈ വഴി ഇയാളെയും കൊണ്ട് ഒരു അന്വേഷണം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇയാളുമായിട്ട് ഞങ്ങൾ ആ വഴിയിൽ അന്വേഷണം നടത്തി അങ്ങ് പോയി. അവിടെ പോയി ഈ നമ്മൾ നേരത്തെ കണ്ട ഹോട്ടലും ഒക്കെ എല്ലാം കഴിഞ്ഞ് മെയിൻ റോഡിൽ നിന്ന്, അതൊരു പ്രധാനപ്പെട്ട റോഡാണ്, ആ പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഈ ഈ നഗരത്തിലുള്ള ചെറിയ ഹോട്ടൽ കഴിഞ്ഞതിന് ശേഷം ഉദ്ദേശം ഒരു 6 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ടുള്ള റോഡ് വഴി വനപ്രദേശത്തേക്കാണ് നിതീഷിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട വഴി. അവിടെ ആ കയറുന്ന വഴിയിൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ, അത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ ഇയാളെ വന്ന കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആൾ നിതീഷ് അവിടെ വാഹനമായിട്ട് വന്നതും അങ്ങോട്ട് പോയതുമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ബീറ്റുകാർ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഉദ്ദേശം ഒരു 4-5 കിലോമീറ്റർ മുകളിൽ കയറി കഴിയുമ്പോൾ അവിടുന്ന് ദുർഗന്ധം വരുന്നുണ്ട്. അത് പോലീസുകാരെ ശ്രദ്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാരുടെ ശ്രദ്ധപ്പെട്ടിരുന്നു. പക്ഷേ അത് അവർ വിചാരിച്ചത് വല്ല കാട്ടുമൃഗങ്ങളും ചത്ത് കിടക്കണ വല്ലതായിരിക്കും. അതുകൊണ്ട് അവരതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ വെച്ച് ആ സ്ഥലത്ത് നിന്നിട്ട് വീണ്ടും നിതീഷിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അവസാനം കുറ്റം സമ്മതിച്ചു. ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഈ സുമേഷിൻ്റെ ഒരു പ്രത്യേകത, സുമേഷ് ഒരു 3.5 പവൻ്റെ മാല എപ്പോഴും ധരിച്ച് നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ആളെ കാണാതെ പോയപ്പോൾ മുതൽ ഈ മാല സംബന്ധമായിട്ട് അത് ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നോ എന്നുള്ള കാര്യം വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്ത് ഈ ചെക്ക് പോസ്റ്റ് മുതൽ കഴിഞ്ഞിട്ട് 4.5 കിലോമീറ്ററുള്ള ആ സ്ഥലത്ത് എത്തി അവിടെ നിതീഷിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ ആ സ്ഥലത്ത് എത്തിയതുകൊണ്ടായിരിക്കാം അയാൾ കുറ്റം സമ്മതിച്ചു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ നിതീഷും സുമേഷും ഹോട്ടലിൽ വെച്ച് സുമേഷ് ആഹാരം കഴിക്കാൻ വന്നും മറ്റും അവർ തമ്മിൽ പരിചയമുണ്ട്. അങ്ങനെ പരിചയമുണ്ട്, അതിൽ കൂടുതൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ബാറിൽ വെച്ച് കാണുമ്പോൾ ഒന്നിച്ച് മദ്യപിക്കാറുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സുമേഷ് വീട്ടിലേക്ക് പോകും. ഈ സംഭവ ദിവസം നിതീഷ് കാറുമായിട്ട് ബൈപ്പാസിൽ കൂടി വരുമ്പോൾ സുമേഷ് എതിരെ വരുന്നുണ്ടായിരുന്നു. സുമേഷ് കാറ് കണ്ടപ്പോൾ കൈ കാണിച്ച് നിർത്തി. സുമേഷ് കാറിൽ കയറി. അവർ രണ്ടുപേരും കൂടി അവിടുന്ന് പോയി. പോകുന്ന വഴിക്ക് ഇടയ്ക്കുള്ള ഒരു നഗരത്തിൽ നിന്ന് അവർ ഒരു കുപ്പി മദ്യം വാങ്ങി. അങ്ങനെ ആ മദ്യവും കഴിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹോട്ടലിലെത്തി അവിടുന്ന് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം ആ ടൗണിൽ നിന്ന് തന്നെ ഒരു പോക്കറ്റ് റോഡിലേക്ക് കുറേ ദൂരം പോയി കഴിഞ്ഞാൽ വരെ ആളുകളില്ലാത്ത സ്ഥലമാണ്. അവിടെ പെരിയാറിൻ്റെ കൈവഴികളുള്ള സ്ഥലമാണ്. അവിടെ ഈ മണൽവാരലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ മണൽവാരലൊന്നുമില്ല. ഇപ്പോൾ അവിടെ അങ്ങനെ ആളുകളില്ലാത്ത സ്ഥലമാണ്. ആ വഴിയിൽ കൂടി കുറച്ചിടെ അവർ പോയിരുന്ന് അവിടെ ഇരുന്ന് അവർ മദ്യപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സുമേഷിൻ്റെ മാല നിതീഷിൻ്റെ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് തോന്നി ഇത് ഇപ്പോൾ ഇയാളെ കൊന്ന് ഇത് കൈവശപ്പെടുത്തിയേക്കാം എന്ന് അയാൾ കരുതി. ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒട്ടും ചിന്തിക്കാതെയാണ് സുമേഷ് ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നത്. അടുത്തിരുന്ന് ഒരു കല്ലെടുത്ത് നിതീഷ് സുമേഷിൻ്റെ തലക്കടിച്ചു. അങ്ങനെ 2-3 തലക്കടിച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ മരിച്ച പോലെയായി. അയാളെ നിന്ന് എടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ടു. മാലയും മറ്റും ഊരി ഭദ്രമാക്കി കാറിൽ വെച്ചു. എന്നിട്ട് ഈ കാറുമായിട്ട് അവിടെ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നിന്ന് കടന്നുപോയി. അവിടെ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ ബോഡി എടുത്ത്, അവിടെ എങ്ങും ഒരു ആളുകളില്ലാത്ത സ്ഥലമാണ്, ആ ബോഡി എടുത്ത് തോളത്തിട്ടുകൊണ്ട് പോയി അവിടെ നിന്നൊരു 10-25 മീറ്റർ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൊക്ക പോലെയുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ഇട്ടിട്ട് അയാളിങ്ങ് പോകുന്നതാണ്. എന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ 6:30 ആയിരുന്നു. അപ്പോൾ അയാളെയും കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ
അവിടെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ഒരു ബോഡി കണ്ടു. അത് സുമേഷിൻ്റെ ആണോ എന്നുള്ള ഉറപ്പിക്കാനുള്ള യാതൊരു രീതിയിലും തിരിച്ചറിയാവുന്ന ആ സ്റ്റേജൊക്കെ കഴിഞ്ഞിരുന്നു. ദിവസം 4 or 5 കഴിഞ്ഞിരുന്നു. ഡെഡ് ബോഡി കണ്ടെത്തിയതോടുകൂടി സുമേഷിൻ്റെ ബന്ധുക്കളെ കാര്യങ്ങൾ മുഴുവൻ പറയാതെ അവരുടെ ആളുകളോടൊന്ന് വരാൻ പറഞ്ഞു. അവിടെ വന്നതിന് ശേഷം ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലം അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാളുടെ വസ്ത്രങ്ങൾ അവരേകദേശം തിരിച്ചറിഞ്ഞു. പക്ഷേ എന്നാലും ഈ മരിച്ചു കിടക്കുന്ന ആൾ സുമേഷാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിയമപരമായിട്ട് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ ആവശ്യമാണ്. ഒരാളുടെ ബോഡി കിടക്കുന്നു, അതിൻ്റെ അകത്ത് ഒരു കാലിൻ്റെ അംശമോ അല്ലെങ്കിൽ കൈയുടെ അംശമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മരണം നടന്നുള്ളതിന് ഉറപ്പായ ഒരു കാര്യമല്ല. അതേസമയം അയാളുടെ ക്രേനിയൽ ബോൺസ്, തലയോട്ടിയായിട്ട് ബന്ധപ്പെട്ട ബോൺസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. അപ്പോഴും ആ മരിച്ച ആൾ സുമേഷാണെന്നുള്ള കാര്യം അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിലേക്ക് ബോഡി ഇൻക്വസ്റ്റ് നടത്തി ബന്ധുവസലെടുത്തതിന് ശേഷം നിതീഷിനെ വീണ്ടും ചോദ്യം ചെയ്തു. ഇപ്പോൾ നമുക്ക് നിതീഷിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡിംഗ് ആയി. കാരണം കൊലപാതകം നടന്നു എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നിതീഷിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ സുമേഷിൻ്റെ ഫോൺ, അതുപോലെ തന്നെ സുമേഷിൻ്റെ മാല, അതുപോലെ സുമേഷിൻ്റെ ചെരുപ്പ്, വസ്ത്രങ്ങൾ, ഇതിനെക്കുറിച്ച് നിതീഷ് മൊഴികൾ പറഞ്ഞു. സുമേഷിൻ്റെ മൊബൈൽ ഫോൺ, ഒരു സാധാരണ ഫോണായിരുന്നു, അത് ആ റോഡിൽ തന്നെ തിരിച്ച് ഒരു കിലോമീറ്റർ താഴത്തേക്ക് വന്നപ്പോൾ ഇടത്തോട്ടൊരു കാട്ടിലേക്ക് എറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാളുടെ ചെരുപ്പുകൾ പോരുന്ന വഴിയിൽ പാലത്തിനടുത്ത് താഴേക്ക് എറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അയാളുടെ മാല അത് നിതീഷിൻ്റെ തന്നെ വീട്ടിൽ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്നുള്ള ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അയാളെ കൊണ്ടുപോയി ഈ മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ചെരുപ്പ്, അതുപോലെ തന്നെ മാല, കൃത്യമായി പൂർണ്ണമായി തിരിച്ചറിയാവുന്ന മാല അയാളുടെ വീട്ടിൽ നിന്ന് അത് ബന്ധവസിലെടുത്തു. സുമേഷിൻ്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ DNA അത് അയാളുടെ മകൻ്റെയും ഭാര്യയുടെയും DNA ശേഖരിച്ച് അത് FSL റിപ്പോർട്ടിലേക്ക് അയച്ച് അത് സുമേഷിന് തന്നെ ബോഡിയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ കേസിൽ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അത് കോടതിയിൽ ഇപ്പോൾ വിചാരണയിൽ വന്നു വരികയാണ്. പള്ളിയിൽ നിന്ന് വന്ന പ്രൊഫസറെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്ന ആ വഴിയുടെ അവിടെ വെച്ച് തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി മാറ്റുകയും അത് തടയാൻ വന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ആ വണ്ടിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനെ തടയാൻ വന്ന മകനെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് അതൊരു 10-15 അടി താഴെയാണ്. അങ്ങോട്ട് എടുത്ത് തള്ളി താഴെ ഇടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ആ വാഹനത്തിലുള്ള പ്രതികൾ രക്ഷപ്പെട്ടത്.